ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയോട് വന്നതേ കൂട്ടുകാരി ആവശ്യമുള്ളതില്ലാത്തൊക്കെ പറയുക. പാവം നമ്മുടെ വിക്രത്തെ പറ്റി മനസ്സറിവില്ലാത്ത കാര്യങ്ങൾ. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പം നിനക്ക് രക്ഷപ്പെടാമെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് വേദ അന്തം വിട്ട് നിൽക്കുക. അതെ, എൻ്റെ ഓട്ടം മുടക്കൊന്നും വേണ്ട, ഞാൻ വേണമെങ്കിൽ നിന്നെ കൊണ്ട് ഇതാക്കി തരാം, എൻ്റെ ഓട്ടോ പുറത്തുണ്ടെന്ന് പറഞ്ഞു. അന്ന് അവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നീ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞിരുന്നതെന്ന് വേദ തിരിച്ച് ചോദിച്ചു. വിക്രത്തെ കണ്ട് എല്ലാം ശരിയാകും എന്നല്ലേ പറഞ്ഞത്? അതോ? അത് ശരിയാ, പക്ഷേ എപ്പോഴും നല്ല സ്വഭാവമല്ല. ഓ, അപ്പൊ ചിലപ്പോഴൊക്കെ നല്ല സ്വഭാവം ഉണ്ടല്ലേ? ഏയ് അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഈയിടെയായിട്ട് എപ്പോഴും പോക്കിരിയാ. അതാ ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് നല്ലതാകുമല്ലോ, അപ്പൊ സംസാരിച്ച് ശരിയാക്കാൻ നോക്കാവെന്ന് പറഞ്ഞു വേദ. അയ്യോ, അതിന് പറ്റിയ ആളല്ല കേട്ടോ അവൻ. അതുമാത്രമല്ല, പിന്നെ ഈ ഏരിയ മഹാമോശമാ. നിന്നെ പോലുള്ള ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ പാടായിരിക്കും എന്ന് പറഞ്ഞു. നിനക്ക് എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് വേദ പറയുമ്പോൾ അത് പിന്നെ മനസ്സിലാവൂലേ? അതിന് സംശയമുണ്ടോ? നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ എന്ന്. എന്നാലും ഞാനത് ചോദിച്ചോട്ടെ. ചോദിച്ചോളാം പറഞ്ഞു വേദ. ഇത്രയും വൃത്തികെട്ട ഒരാളല്ലേ, പിന്നെ നീ എന്തിനാ അയാളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും പെണ്ണൊന്നും പറയാനില്ല. ദേ നോക്ക്, ഇത്രയും കാലം നീയും വിക്രവും എങ്ങനെയായിരുന്നു എന്നറിയേണ്ട ആവശ്യം എനിക്കില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വേദ അവളോട് പറയാം. അവൻ്റെ കൂടെ എങ്ങനെ ജീവിക്കണമെന്ന് ഭാര്യയായി ഞാൻ തീരുമാനിക്കും, നീ ഇടപെടണ്ട, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ വേദ പെണ്ണിനെ രണ്ടും പേടിപ്പിച്ചു. ഇപ്പം നല്ല ഓട്ടോ ഒക്കെ ഉള്ള സമയമല്ലേ, ഓട്ടോറിക്ഷ കൊണ്ട് പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ വേദ അടിമുടി നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവളങ്ങ് ഇറങ്ങിപ്പോയി, വാതിലങ്ങനെ എറിഞ്ഞു പൊട്ടിച്ചിട്ട്. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദ ആലോചനയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ വിക്രം ദേവ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയം നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ഒരു ചേട്ടൻ വന്നു. നിനക്ക് പറ്റണ പണിയാണോടാ ഈ വർക്ക്ഷോപ്പ് പണി? എന്തിനാടാ വെറുതെ ഈ ഇരട്ടിപ്പണി ഞങ്ങൾക്ക് തരുന്നത്? നീ പൊക്കോ, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഒന്ന് കഴുകിയിടാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. വിക്രം നേരം ദേഷ്യപ്പെട്ടു ആ ചേട്ടനോട്. അതാ പറഞ്ഞത്, നിനക്കിതൊന്നും പറ്റിയ പണിയല്ലെന്ന്. എടാ, ശ്രീനിവാസൻ സാറ് പറയുമ്പോൾ നിൽക്കാൻ മാത്രം നിന്നെ കൊള്ളാവുള്ളൂ എന്ന് പറഞ്ഞപ്പം ദേ വേണ്ട കേട്ടോ. അപ്പോൾ ശ്രീനി സാറിനെ പേടി പറഞ്ഞപ്പോഴാണ് ഓർത്തത്. എടാ വിക്രമ നീ അറിഞ്ഞായിരുന്നോ സാറിനെ പാർട്ടിയുടെ സംസ്ഥാന ഇതിലേക്ക് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ? ആര് പറഞ്ഞു? അപ്പോൾ ആ വാർത്ത ടി വിയിൽ വന്നായിരുന്നു, ഞാൻ മൊബൈലിൽ കണ്ടതാണെന്നും പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അപ്പോൾ ശ്രീനി സാർ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിക്രം. ഇത് പാർട്ടിക്കാരുമല്ലേ, ആളുകളെ ഭീഷണിപ്പെടുത്താനും അതുപോലെ തല്ലാനും കൊല്ലാനും ഉള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഇപ്പം നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ഈ ചേട്ടന്മാർ പറയുമ്പോൾ അനാവശ്യ കാര്യത്തിന് ഞാൻ ഇതുവരെ കുഴപ്പമുണ്ടാക്കാൻ പോയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ വിക്രം ചോദിക്കുമ്പോൾ ആവശ്യമാണോ അനാവശ്യമാണോ അത് എന്നുള്ളത് നിനക്കും ശ്രീനി സാറിന് മാത്രമല്ല അറിയുള്ളൂ എന്ന് ചേട്ടൻ ചോദിച്ചു. നാട്ടുകാർക്കെല്ലാം അത് തല്ലുകൊള്ളിത്തരം തന്നെയല്ലേ എന്ന് ചോദിച്ചു. നീ മൊബൈൽ എടുത്ത് നോക്കടാ, ചിലപ്പോൾ നിന്നെ വിളിച്ചിട്ടുണ്ടാവും. ഫോണ് സൈലൻറ്റിൽ വില ഇട്ടതുകൊണ്ട് അറിഞ്ഞു കാണത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും വിക്രം ഫോൺ തപ്പുക. അയ്യോ, ഞാൻ ഫോൺ എടുത്തില്ലല്ലോ, എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ലെന്നാണ് തോന്നണേ. അപ്പോൾ പിന്നെ പേടിക്കണ്ട, ശ്രീനി സാറ് വിളിക്കുമ്പോൾ നിന്റെ ഭാര്യ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു അവർ. എന്തായാലും ശ്രീനി സാറിന് വേണ്ടിയാണ് നീ ഒന്ന് കല്യാണം മുടക്കാൻ പോയതെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവും. വിക്രമാ, ദേ ഫോൺ അവളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ദേ അതിനുള്ള മറുപടിയൊക്കെ അവൾ പറഞ്ഞോളൂ എന്നും പറഞ്ഞു. അപ്പോൾ അത് ശരിയാ, ജഡ്ജിയുടെ മോളായതുകൊണ്ട് ഇതൊന്നും നമ്മൾ നോക്കുകയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിക്രം ചോദിച്ചപ്പോൾ, എടാ നീ ആദ്യം ഫോൺ വീട്ടിലുണ്ടോയെന്ന് നോക്കുക, വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചെങ്കിലോ? അപ്പോൾ ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞു. എന്നാൽ നീ ഇതിൽ നിന്നൊന്ന് വിളിച്ച് നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ എടുത്ത് വേറൊരു ചേട്ടൻ കൊടുത്തു. നമ്മുടെ വിക്രം ആ ഫോൺ എടുത്ത് വിളിക്കുക. അപ്പോഴാണ് അവിടെ വിക്രത്തിൻ്റെ ഫോൺ കുത്തിയിട്ടിരിക്കുന്നത് വേദ കാണുന്നത്. വേദ ചെന്നു ആ ഫോൺ എടുത്തു. അപ്പോൾ ഇങ്ങനെ നോക്കി കോള് വരുന്നു. അപ്പോൾ ഇത് വിക്രത്തിൻ്റെ ഫോണാണല്ലോ എന്ന് മനസ്സിലായി. വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുവാണേ. ഹലോ എന്ന അപ്പുറയിൽ നിന്ന് ഒരു ശബ്ദം. വേദ മിണ്ടുന്നില്ല. ഹലോ ഹലോ എന്ന് വെച്ചപ്പോൾ എന്താ പറയാൻ പറഞ്ഞു വേദ. എടി വേദാളമേ, നീ എന്തിനാടി ഒരു ഫോൺ എടുത്തോന്ന് ചോദിച്ചപ്പം ഫോൺ പിന്നെ ബെല്ലടിക്കുമ്പോൾ എടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് നിനക്കെന്ത് റൈറ്റ്സാണ് ഉള്ളതെന്ന് വിക്രം ചോദിക്കാം. എൻ്റെ ഫോൺ അന്യ സ്ത്രീകൾ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പം അത് അന്യ സ്ത്രീ എടുക്കുമ്പോൾ പറയേണ്ട കാര്യമല്ലേ, ഭാര്യ എടുക്കുമ്പോൾ പറയേണ്ടതല്ല എന്ന് നമ്മുടെ വേദ പറഞ്ഞപ്പോൾ ഭാര്യയോ നീയോ താലി കെട്ടിയത് എന്താ താനല്ലേ, ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ എന്ന് ചോദിച്ചു. ഫോൺ വെക്കടി താഴെ, ഇനി എങ്ങാനും നീ എൻ്റെ മൊബൈലിൽ തൊട്ടാൽ ഞാൻ നിൻ്റെ വിരൽ വെട്ടും, എന്നിട്ടോ എണ്ണയിലിട്ട് നിങ്ങൾ വറുക്കുമോ അതോ പുഴുങ്ങി തിന്നുമോന്ന് വേദ ചോദിച്ചു. വിക്രത്തിനൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഈ വയലൻസ് അല്ലാതെ വേറെ ഒന്നും കാണിക്കാനോ പറയാനോ ഇല്ലേ? നമ്മുടെ വിക്രത്തിനെ വേദ മര്യാദക്കാരെ ആക്കിയിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. ഇത്തിരി മയത്തോടെ സംസാരിച്ചാലും പെരുമാറ്റത്തിലും ഒക്കെ ഇത്തിരി മാന്യത കൊണ്ടുവന്നാൽ എന്താ അത്ര കുഴപ്പമിരിക്കണേ എന്ന് ചോദിച്ചു. മഹാത്മാഗാന്ധി എന്ത് അക്രമത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഓ എന്നും പറഞ്ഞൊക്കെ വിക്രം ഈ ലോകത്തിലെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കുള്ള ആത്യന്തികമായിട്ടുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് അഹിംസയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ നമ്മുടെ വിക്രം. ഹലോ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് വേദം എങ്ങനെ പറയുമ്പോഴേക്കും ഇവിടെ ഫോൺ കട്ട് ചെയ്തു.
എന്താടാ ഫോൺ എടുത്തത് എന്തിനാടാന്ന് ചോദിച്ചു നീ ദേഷ്യപ്പെട്ടോ? നീ എന്തിനാണ് അവളോട് ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ അങ്ങനെ പറയുമ്പോൾ അവൾ അഹിംസയെ പറ്റി എന്നോട് ക്ലാസ് എടുക്കുവാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും ചിരിച്ചു കൂട്ടോ. എല്ലാവരും നിന്നിങ്ങനെ ചിരിക്കുന്നു. വിക്രമാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനെ അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ ഏട്ടത്തി അവിടെ ഇന്ന് പച്ചക്കറി അരിയോ. അപ്പോൾ ഏട്ടത്തി ഞാനത് അരിയട്ടെ എന്ന് ചോദിച്ചു. വേണ്ട മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ വേദ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കും. അപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മ നോക്കുമ്പോൾ വേദ ഇങ്ങനെ അവിടെ നിൽക്കുകയല്ലേ. വേദയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വേദ ഇങ്ങനെ അമ്മയെ നോക്കിയിട്ട് ചെറു പുഞ്ചിരി. അമ്മയും അതുപോലെ തന്നെ വേദയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അമ്മ അടുക്കളയിലേക്ക് എന്തൊക്കെയോ എടുക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് പോയി. ഒരു സാധനം എന്നിട്ട് എടുക്കാൻ ചെന്നപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ഓ, ഇത് കൈ എത്തുന്നിടത്തൊന്ന് വെച്ചൂടെ, ആരും അത് കേൾക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റൂളിട്ട് അതിനകത്ത് അമ്മ വലിഞ്ഞങ്ങ് കയറിയപ്പോഴേക്കും ഈ സ്റ്റൂള് മറിഞ്ഞ് പുള്ളിക്കാരി വീഴാനായിട്ട് പോയി. അപ്പോഴേക്കും ഓടി വന്ന് നമ്മുടെ വേദ അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കേട്ടോ. വീണ അമ്മയെ താങ്ങി നിർത്തി. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് മൂത്ത ഏട്ടത്തെ ഓടി വന്നു. മോളമ്മയെ രക്ഷിച്ചപ്പോഴേക്കും അമ്മയുടെ മുഖത്തെ ആ ഒരു കുഞ്ഞു ചിരി വലിയ ചിരിയായി. പിന്നെ അമ്മയും മോളും കൂടി ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും നന്ദിനി ഓടി വരുവാ. എന്താ ഇവിടെ എന്തുറ്റി എന്ന് ചോദിച്ചു. അപ്പം അരിപ്പൊടി എടുക്കാനായിട്ട് ഞാൻ വന്നതാ. അപ്പം അമ്മ മാറി ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ എടുക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് മാറി നിൽക്കടി, മാറാനാ പറഞ്ഞതെന്നും പറഞ്ഞ് നന്ദിനി ദേഷ്യപ്പെടുവാണ് വേദയോട്. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അവരവിടെ. അച്ഛൻ പറയുന്ന ഓർമ്മയുണ്ടല്ലോ, കിട്ടിയതും കഴിച്ചുകൊണ്ടൊരു ഭാഗത്ത് ഇരുന്നോളണം, അല്ലാതെ വീട്ടുകാരിയാവാൻ നോക്കരുത്, പറഞ്ഞത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് നന്ദിനി ഭയങ്കര ആളാവുകയാണ് വേദയുടെ മുന്നിൽ. അതോ നീ വീട്ടുകാരിയാവാൻ നോക്കിയെന്നാൽ ഞാൻ അച്ഛനോട് പറയണോ എന്നൊക്കെ ചോദിച്ച് വലിയ ഡയലോഗുകൾ. ഇതൊക്കെ കേട്ട് അമ്മ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഒരു പോക്ക് നന്ദിനി അവിടെ നിന്ന് പോകുമ്പോൾ നന്ദിനി എന്നും പറഞ്ഞ് അമ്മ ഒരു വിളി. വേണ്ട നന്ദിനി, മാഷിത് അറിയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കെന്തേ എന്നാൽ ഇനി മുതൽ അമ്മ ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ നിന്നേക്കരുത്, സമ്മതിച്ചോന്ന് ചോദിക്കുമ്പം അതല്ല നന്ദിനി, അമ്മ ഇങ്ങോട്ടൊന്നും പറയണ്ട, നമ്മുടെ അച്ഛൻ ഒന്നും കാണാതെ ഇങ്ങനെയൊക്കെ പറയോ? ഇല്ലല്ലോ. ഇപ്പം അമ്മ സ്പേസ് കൊടുത്താലേ നാളെ ഇവൾ അമ്മയുടെ തലയിൽ കയറി നിന്ന് നിരങ്ങും, പറഞ്ഞില്ലെന്ന് വേണ്ടാന്ന് പറയുമ്പോൾ ഞാൻ തലി വീഴാതിരുന്നത് ഈ കുട്ടി കാരണമാണെന്ന് അമ്മ. സ്റ്റൂളിൽ നിന്ന് വീഴാൻ പോയ എന്നെ വേദയാ വന്ന് പിടിച്ചത്. അമ്മ എന്തിനാ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നേ, ഇങ്ങോട്ട് മാറി നിന്നേ എന്നും പറഞ്ഞ്. അല്ലെങ്കിലും ഈ വക കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒരു ബാലൻസ് വേണം, അമ്മയുടെ പ്രായം വെച്ചിട്ടേ അതൊന്നും നടക്കത്തില്ല, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ എടുക്കാൻ നോക്കും. അപ്പോഴും വേദ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട്. ഈ സമയത്ത് നന്ദിനി വേദയെ നോക്കി വഴക്കും പറഞ്ഞ് വേദയെ പേടിപ്പിച്ച് അരിപ്പൊടി എടുത്തപ്പോഴേക്കും അരിപ്പൊടി പാത്രത്തിൻ്റെ അടപ്പ് തുറന്നുപോയി. ആ അരിപ്പൊടി മുഴുവനും കൂടെ നന്ദിനിയുടെ തലവഴി വീണു. അപ്പോൾ എല്ലാത്തിനും ബാലൻസ് വേണമെന്നും പറഞ്ഞ് അങ്ങ് എടുത്തതല്ലേ, തലവഴി മുഴുവൻ അരിപ്പൊടി വീണിട്ട് നന്ദിനി ഇങ്ങനെ പൊടിയെ കുളിച്ച് നിൽക്കുമ്പോഴേക്കും എല്ലാവരും വായും പൊത്തി ഭയങ്കര ചിരി. നാക്ക് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയെല്ലാം ഫ്ലോപ്പായി പോവുകയാണ് നന്ദിനിയുടെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഭാര്യ പറമ്പിൽ പണിയുന്നു, ഭർത്താവ് ഇതൊക്കെ കണ്ടിങ്ങനെ ആയിക്കോട്ടൊക്കെ വെട്ടിങ്ങനെ ഇരിക്കുവാണ്, ചേട്ടനെയും ചേട്ടത്തെയും കൂടി. പുള്ളിക്കാരിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വിഷുവിൻ്റെ ഇരിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കഷ്ടമുണ്ട് കേട്ടോ വിഷുവേട്ടാ, ഇത് മുഴുവൻ ഇന്ന് ചെയ്ത് തീർക്കണമെന്ന് വിഷുവേട്ടനോട് അച്ഛനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. ഇങ്ങനെ ഭാര്യ പറയുക, ഞാൻ ഉച്ചയ്ക്കുള്ള പച്ചക്കറി അരിയുമായിരുന്നു, അത്യാവശ്യമാണെന്ന് കരുതിയിട്ട് ഓടി വന്നെന്ന് പറയുമ്പോൾ എൻ്റെ നാട് കുളിക്കിയിട്ടല്ലേ ശ്രീജ, നീ ഒന്ന് ചെയ്യടി, ദേ കുമ്പിട്ട് നിന്ന് കൈ വിട്ട് പിടിക്കുമ്പോഴേ ഇടത്തെ വാരിയലിൻ്റെ താഴെ ഒരു പിടുത്തമാണെന്ന് പറഞ്ഞു. അയ്യോ ഇടത്ത് ഭാഗത്താണെങ്കിൽ സൂക്ഷിക്കണേ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതെ ഇച്ചിരി വലത്തോട്ട് മാറിയിട്ടാന്ന് പറയുമ്പോൾ ഒത്തിരി വലതുവശത്തും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പോലെയാണോ എന്ന് ചോദിച്ചു. വീട്ടിലെ ഒന്നും ചെയ്യാതെ ചടഞ്ഞിരുന്നിട്ടാ ഇങ്ങനെ കോച്ചിപ്പിടുത്തം വേദനയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ശ്രീജയെ, പക്ഷേ അതിൻ്റെ ഒറ്റയടിക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ പറമ്പിൽ പണിയെടുക്കുന്നതാണോ എന്ന് ചോദിച്ചു. എടുത്താൽ പൊങ്ങുന്നതല്ലേ പറയാനും ചെയ്യാനും പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, ഒറ്റയടിക്ക് എല്ലാ പണിയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ തന്നെ ചില്ലറ വ്യായാമമൊക്കെ ചെയ്ത് ചേട്ടനെ ശീലിച്ചൂടെ, ഒന്നുമില്ലെങ്കിലോ ആ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നൂടെ. അപ്പോൾ ശ്രമിക്കാഞ്ഞിട്ടല്ല ശ്രീജയെ, ശരീരം അങ്ങോട്ട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ജോലിക്കും പോകാനുള്ള പരിപാടി ഇല്ലെന്നാണ് വിശേട്ടൻ പറയുന്നത്. എൻ്റെ പൊന്ന് ശ്രീജയ്, നമുക്ക് ഈ പറമ്പിൽ നിന്ന് അത്യാവശ്യം പച്ചക്കറികളും കായ്കളൊക്കെ കിട്ടുന്നില്ലേ, ഒരു റേഷനുണ്ട്, വല്ല അത്യാർത്ഥിയൊന്നും ഇല്ലാതെ ജീവിച്ചു പോകാൻ ഇതൊക്കെ ധാരാളം അല്ലേന്ന് ചോദിച്ചു. എന്നാലും സ്വന്തമായിട്ട് 4 കാശുണ്ടാക്കുന്നതിൻ്റെ സുഖം അത് വേറൊന്നും തന്നെയല്ലേ വിശ്വേട്ടാ എന്ന് ഭാര്യ. ദേ അറ്റ്ലീസ്റ്റ് അച്ഛൻ്റെ മുന്നിലെങ്കിലും നമുക്കൊരു ബഹുമാനം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അച്ഛനമ്മമാർക്ക് മക്കളോട് ബഹുമാനമല്ല സ്നേഹമാണ് ഉണ്ടാകേണ്ടതെന്നൊക്കെ പറഞ്ഞ് മകന് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതിനെ കൊണ്ട് ചെയ്യാവുന്ന പണി മുഴുവൻ വിശ്വം ചെയ്യിച്ചു.
ലാസ്റ്റ് പണി തീർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയുടെ കൂടെ ചോറ്റുപാത്രവും പൊക്കി പിടിച്ച് ഇങ്ങനെ പോകുവാണ് വിശ്വൻ. അങ്ങനെ പോകുമ്പോഴും തൻ്റെ കൈക്കും മേല ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ പോയി കുറച്ചങ്ങ് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പാത്രം പിടിക്കാൻ പോലും നമ്മുടെ വിശ്വൻ്റെ കൈ പറ്റുന്നില്ല. അങ്ങനെ ആയപ്പോൾ നമ്മുടെ വിശ്വനോട് ശ്രീജ നന്ദിനിയുടെ കാര്യം പറയാം. നന്ദിനി കാണിക്കുന്ന ആ ഒരു അധികാരം കണ്ടിട്ടുണ്ടോ? അതെന്താണെന്ന് അറിയാം. അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ കാശുണ്ടെന്ന അഹങ്കാരം. അത്രയ്ക്കൊന്നും വേണ്ട, എന്നാലും അവനവൻ്റെ കാര്യങ്ങൾക്ക് ആരുടെയും മുന്നിൽ കൈനീട്ടാൻ പറ്റാതിരുന്ന അതല്ലേ നല്ലത്? അത്രയും നല്ലതല്ലേ വിശ്വേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ പറയുന്നതൊക്കെ ശരിയാ, ഒക്കെ ശരിയാകും, എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ വരുന്നുണ്ട്, നീ ഒന്ന് സമാധാനിക്കുന്നു പറഞ്ഞു. അപ്പോൾ സത്യമാണോ വിശ്വേട്ടന് ജോലിക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഒരു ചിരിയും ചിരിച്ച് നിൽക്കുവാ വിശ്വൻ. വീട്ടിൽ ചെന്നാലേ നീ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തന്നെ, വല്ലാത്ത നെഞ്ചരിച്ചിലാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോകണം. ഈ സമയത്ത് അച്ഛൻ അവിടെ ചെടിയൊക്കെ നനയ്ക്കുകയും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അമ്മ ചായയായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അമ്മ ചായയായിട്ട് വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പറമ്പിൽ നിന്നും കയറി വരുന്നു കേട്ടോ. മകനാണെങ്കിൽ അവിടെ ഉള്ളതെല്ലാം എന്തൊക്കെയോ പറിച്ച് തിന്നും, അതുപോലെ ഓരോന്നൊക്കെ ഭയങ്കര ഇതിലൊക്കെയാണ് കയറി വരുന്നത്. അപ്പോൾ മകൻ്റെ വരവ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ രണ്ടുപേരെയും നോക്കി. എന്താ തീർന്നോന്ന് ചോദിച്ചു. ആ തീർന്നു, നീ ചെയ്തോ അത് ഇവളെ കൊണ്ട് ചെയ്യിച്ചോന്ന് ചോദിച്ചപ്പം ഞാൻ അല്ല ഇവള് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അടുത്ത രണ്ടെണ്ണങ്ങളും കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ വലിയ വലിയ ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. 10 ലക്ഷത്തിൽ 1 രൂപ കുറഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ പോണില്ല, അപ്പോൾ പറ്റത്തില്ലെങ്കിൽ അത് വാങ്ങണ്ട അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഫോണിൽ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഉമ്മറത്ത് നിൽപ്പുണ്ട്. ഞാൻ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു മകൻ. അപ്പോൾ അച്ഛനൊക്കെ ഇങ്ങനെ നോക്കുന്നു. ഓ എൻ്റെ പൊന്നേ, ആ ഒരു സമയത്ത് ഇരുന്നുണ്ണാൻ ഒരാൾ, നടന്നുണ്ണാൻ മറ്റൊരാൾ എന്ന് അച്ഛൻ അവിടെ നിന്ന് പറയണു. നയിക്കാൻ മാത്രം ഞാൻ എന്നും അച്ഛൻ പറയുമ്പോൾ രണ്ടുപേരും ഭാര്യമാരുടെ നേരെ ഇങ്ങനെ നോക്കുക, ചമ്മലോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജഡ്ജി, അതായത് നമ്മുടെ വേദയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവർ കയറി വരുന്നത് കണ്ടപ്പോൾ ഇത് വേദമോളുടെ അച്ഛനൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആങ്ങളെയും അതുപോലെ നമ്മുടെ അച്ഛനും കയറി വരുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോൾ ഇവർ അങ്ങോട്ടേക്ക് ചെന്നു. ആരാ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് വേദയുടെ അച്ഛനാണ്, ജസ്റ്റിസ് ശങ്കരനാരായണൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമസ്കാരം സാർ, ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. അകത്തേക്കിരിക്കാം എന്ന് അദ്ദേഹം പറയുക കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ തുറച്ച് എല്ലാവരും ഒന്ന് നോക്കുക. ശ്രീജ ഇനി പോയി ചായ ജ്യൂസോ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു. ആ ശരി എന്നും പറഞ്ഞു ഇങ്ങനെ ഇവർ അകത്തേക്ക് പോയി. അപ്പോൾ വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനായിട്ട് വന്നതല്ല എന്ന്, മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്ലോപ്പായി എന്നുള്ള രീതിയിൽ നിൽക്കുക. നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ എന്തുദ്ദേശത്തിലാണ് എൻ്റെ മകളെ ഇവിടെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരുടെ ഉദ്ദേശം കാശ് തന്നെ വെച്ചാ, അവളെ പിടിച്ചു വെച്ച് പരമാവധി ഊറ്റാന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആങ്ങളെ പറഞ്ഞപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. ശ്രീകാന്തിനെ ഇവർ ദേഷ്യപ്പെടുക. അപ്പോൾ പണത്തിന് മാത്രമേ കുറവുള്ളൂ, മര്യാദയ്ക്കും അഭിമാനത്തിനും ഒട്ടും കുറവ് ഞങ്ങൾക്കില്ല, അത് മനസ്സിലാക്കി സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അഭിമാനമോ നിങ്ങൾക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ, അതായത് ശങ്കരനാരായണൻ നിൽക്കുക. തെമ്മാടിയും ഗുണ്ടയുമായ ഒരുത്തൻ്റെ അച്ഛനാണെന്നുള്ള അഭിമാനമായിരിക്കും അല്ലേ? ആളുകൾ ശപിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന നാണം കെട്ടുന്ന കുടുംബത്തിൻ്റെ മര്യാദയെപ്പറ്റി എന്നോട് നിങ്ങൾ സംസാരിക്കാൻ വരരുന്നു പറയുമ്പോൾ അങ്ങനെയുള്ള വീട്ടിലേക്ക് നിങ്ങൾ കടന്നു വന്നത് എന്തിനാണെന്ന് അച്ഛൻ അന്നേരം ഇവരോട് ചോദിക്കുക. പെട്ടെന്ന് അതെ പടിപ്പുര തുറന്നു തന്നെ കിടപ്പുണ്ടല്ലോ, ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് വിനയം പറഞ്ഞു. അപ്പോൾ വിനയ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഒരു വിളി. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഇൻസൾട്ടായി. ദേ നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, എൻ്റെ മകൻ ക്രിമിനൽ തന്നെയാണ്. പിന്നെ മക്കൾ ചെയ്ത തെറ്റിന് അച്ഛനമ്മമാരെ ശിക്ഷിക്കാൻ വരുന്ന ആദ്യത്തെ ന്യായാധിപൻ നിങ്ങളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ജസ്റ്റിസ് ചോദിച്ചു. നിങ്ങളെന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത? നിങ്ങളെപ്പോലെയുള്ള ഓരോരോ ഉദ്യോഗസ്ഥരെയും പഠിപ്പിച്ചു വിട്ട ഒരു അധ്യാപകനാണ് ഞാനെന്ന് അദ്ദേഹം പറയുകയാണ്. ഉയർന്ന പദവിയിലിരിക്കുന്നവരിൽ പലരും ഇപ്പോഴും ആ ബഹുമാനം എനിക്ക് തരുന്നുണ്ടെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അഭിമാനത്തെയും മര്യാദയെയും നിങ്ങൾ ചോദ്യം ചെയ്യാൻ വരരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ വന്നതല്ല, എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്ന് ശങ്കരൻ പറഞ്ഞു കേട്ടോ. എനിക്ക് അവളെയാണ് കാണേണ്ടതെന്ന്. ആ സമയത്ത് അച്ഛൻ ഒച്ചത്തിൽ അമ്മയെ വിളിക്കുക. കമല എന്നും പറഞ്ഞു. ആ എന്നും പറഞ്ഞു അമ്മ അകത്തേക്ക് കയറി പോകണു. ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അച്ഛനും ആങ്ങളെയും വന്നത് സന്തോഷത്തോടെ ഓടി ഇറങ്ങി വരുവാണ് നമ്മുടെ വേദ. അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ഇറങ്ങി വന്നു. അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് മകളിങ്ങനെ അച്ഛൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനാണെങ്കിൽ മോളെ ഇങ്ങനെ അടിമൂടി നോക്കുക. കുഞ്ഞു വന്നതുപോലെ തന്നെയാണോ ഇരിക്കുന്നതെന്ന്. ഒരു ചെറു പുഞ്ചിരിയോടെ അച്ഛൻ എന്നിട്ട് മോളുടെ തലയിൽ ഇങ്ങനെ തലോടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം അച്ഛാ
ഇതെന്താടി മോളെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുളിക്കായിരുന്നു അച്ഛാ, അച്ഛൻ കയറിയിരിക്കാൻ പറഞ്ഞു വേദ. അപ്പം നിനക്ക് എന്ത് പറ്റിയ വേദ? വന്ന് നീ ഇവിടുത്തെ വീട്ടുകാരിയെ പോലെ ആയിപ്പോയോ എന്ന് ചോദിച്ചു ഏട്ടൻ. ഇനി ഞാൻ അങ്ങനെയല്ലേ ആവേണ്ടത് ശ്രീയേട്ടാ എന്ന് ചോദിച്ചു. വേദയെ 2-3 ദിവസം കൊണ്ട് നീ കോലം കെട്ട് പോയല്ലോ മോളെ എന്ന് അച്ഛൻ മോളോട് പറയാം. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലും കുടുംബത്തിലും ജീവിക്കാനാണോ അച്ഛൻ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയതെന്ന് അച്ഛൻ ചോദിക്കാം. മതി, ഇത് മതി. ഈ കുപ്പിയിൽ കിടന്ന് നാറേണ്ടവളല്ല നീ എന്ന് പറയുമ്പോൾ അച്ഛാ ഇതൊരു അധ്യാപകൻ്റെ വീടാണെന്നും ആ സ്റ്റാറ്റസ് മാനിക്കണമെന്നുള്ള കാര്യവും നമ്മുടെ വേദ അച്ഛനോട് പറഞ്ഞു കൊടുക്കുക. വേദ നീ എന്താ ഈ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിച്ചു. നമ്മുടെ അച്ഛനോടാണ് നീ സ്റ്റാറ്റസിനെ പറ്റിയൊക്കെ പറയുന്നത്? നമ്മളെക്കാളും വലിയ എന്ത് സ്റ്റാറ്റസ് അവർക്കുള്ളത്? ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് തന്നെ നമ്മുടെ അച്ഛന് നാണക്കേടല്ലേ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിക്കുക. അപ്പം ഞങ്ങൾ പാവപ്പെട്ടവരാ എന്ന് കരുതി ഞങ്ങളുടെ വീടും പരിസരവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അപമാനിക്കുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് അമ്മ പറയുമ്പോൾ കേട്ടല്ലോ, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ സംസ്കാരമുള്ളവർ പെരുമാറുന്ന രീതിയാണോ ഇതെന്ന് ശ്രീകാന്ത് അനിയത്തിയോട് ചോദിക്കുന്നു. അല്ലെങ്കിലും തരം താഴ്ന്നവരുടെ നാവിൽ നിന്ന് വീഴുന്നത് അത്തരം വാക്കുകൾ തന്നെ ആയിരിക്കുമല്ലോ എന്നും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു. മതി നിർത്തടാ എന്നും പറഞ്ഞുകൊണ്ട്. വിക്രം അവിടെ ഉണ്ടെന്ന് ഇവരൊട്ടും പ്രതീക്ഷിച്ചില്ല. എത്രത്തോളം പറയും എന്ന് നോക്കി കേട്ട് കിടക്കറിഞ്ഞ് ആരാടാ തരം താഴ്ന്നവർ? അങ്ങനെയുള്ള വീട്ടിലേക്ക് നിങ്ങൾ എന്തിനാ വന്നെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ മോളെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്ന് പറഞ്ഞപ്പം എങ്കിൽ അതും ചെയ്ത് തിരിച്ച് പോയിക്കോളണം, അല്ലാതെ എൻ്റെ വീട്ടിൽ കയറുമെന്ന് അപമാനിക്കാൻ ശ്രമിച്ചാൽ വാലിച്ച് കീറി ഒട്ടിക്കും ഞാനെന്നും പറഞ്ഞു വിക്രം പറയും കേട്ടോ. അപ്പോൾ വിക്രവും അതുപോലെ ശങ്കരനാരായണനും നേർക്ക് നേരെ നിന്ന് വേദയുടെ മുന്നിൽ കിടന്ന് പോർ വിളിക്കുന്നു. അപ്പോൾ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല വിളിച്ചു. നീ അങ്ങ് മാറി നിന്നേ എന്നും പറഞ്ഞ് അമ്മ മോനോട് പറയുമ്പോൾ അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം മോനങ്ങ് മാറി നിൽക്കുക. അപ്പോൾ ഇവർ സംസാരിക്കാൻ വന്നത് എന്നോടാണ്, അവരോട് ഞാൻ മറുപടി പറഞ്ഞോളാം, വേറെ ആരും ഇതിൽ ഇടപെടണ്ട എന്ന് അച്ഛനും കയറി പറഞ്ഞു. അടിയും തല്ലും സുധാകരൻ മാഷിൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് ഉണ്ടാക്കാവുന്ന ഒരുത്തനും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുക. ആ സമയത്ത് സർ നിങ്ങൾ നിങ്ങളുടെ മകളെയും കൂട്ടി പോകുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു എതിർപ്പുമില്ല, തടയാനും പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് ഈ കുട്ടി വരുമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കേട്ടില്ലേ? ഇനിയും നിനക്ക് ഇവിടെ തന്നെ നിൽക്കണോ വേദ എന്ന് അച്ഛൻ മോളോട് ചോദിച്ചു. ഞാൻ മുഴുവനും പറഞ്ഞില്ല എന്ന് സുധാകരൻ മാഷ്. നിങ്ങളുടെ മകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, പക്ഷേ ഈ മുറ്റത്തു നിന്നൊരു പെൺകുട്ടിയെ ബലമായി വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യവും ആ വാക്കിൽ തന്നെ നമ്മുടെ മാഷ് അങ്ങ് പറഞ്ഞു. അപ്പോൾ അവളുടെ കണ്ണീരും ശാപവും ഇല്ലാതെ അവൾ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകണമെന്നും പറഞ്ഞു. മക്കളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയ ഒരു അച്ഛനെന്ന നിലയിൽ നിങ്ങൾക്കത് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നും സുധാകരൻ മാഷ് അങ്ങ് പറഞ്ഞു. വേദ തലയും കുനിച്ചിങ്ങനെ നിൽക്കുക. അതും പറഞ്ഞ് അച്ഛനകത്തേക്ക് അങ്ങ് കയറിപ്പോയി. ഈ സമയത്ത് വേദ ഇവിടുത്തെ എൻ്റെ ജീവിതത്തെ പറ്റി അച്ഛൻ ഇനി ആലോചിച്ച് വിഷമിക്കണ്ട എന്നാണ് വേദ പറയുന്നത്. എനിക്കിവിടെ ഒരു കുഴപ്പവും വരില്ല, അച്ഛൻ പോയിക്കോളാൻ വേദ പറഞ്ഞു. മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ വിളിച്ച് പക്ഷെ പൊക്കോളാനാണ് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കമലയ്ക്ക് സന്തോഷമായിട്ടോ. ജീവിതത്തിൽ അച്ഛൻ പല തീരുമാനങ്ങളും എടുക്കാറില്ലേ, അതുപോലെ ഞാനെടുത്തൊരു തീരുമാനമാണ് ഇതെന്നും ഒന്നെങ്കിൽ അച്ഛൻ അനുഗ്രഹിക്കാം, അല്ലെങ്കിൽ ഇനി ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാമെന്നും വേദ പറഞ്ഞു. അച്ഛൻ തീരുമാനിക്കുക എന്ത് വേണമെന്നുള്ളതെന്നും മകൾ അച്ഛനോട് പറയുക. അച്ഛനും മോനും കൂടി അവിടെ നിന്ന് ഒരൊറ്റ പോക്കങ്ങ് പോയി, ഒന്നും മിണ്ടാതെ. ഈ സമയത്ത് നമ്മുടെ വേദയോട് വിക്രം അപ്പം നീ ഒരിക്കലും പോവില്ലല്ലേ എന്ന് ചോദിച്ചു. നീ വേദയല്ല ശരിക്കും വേതാളമാണെന്ന് പറയുമ്പോൾ വിക്രം എന്നും പറഞ്ഞ് അമ്മ വിക്രത്തെ വിളിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ ഫോണിലേക്ക് കോള് വന്നു. അപ്പോഴേക്കും ഒരു ചേട്ടനാണ് വിളിച്ചത്. വിക്രം എവിടെയുണ്ട്? ഉടനെ പാർട്ടി ഓഫീസിലേക്ക് എത്തണം, ശ്രീനിവാസൻ സാറിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. വിക്രം എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. വിക്രം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കമലയും വേദയും കൂടി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.